ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VKP കൊമേഴ്സ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ കൺസൈനറെ കുറിച്ച് പറയുന്നുണ്ട്, കൺസൈനിയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കമ്മീഷൻ, ഓർഡിനറി കമ്മീഷൻ, ഡെയിൽ ക്രെഡിറ്റർ കമ്മീഷൻ, ഓവർ റൈറ്റിംഗ് കമ്മീഷൻ തുടങ്ങിയ കമ്മീഷനെ കുറിച്ച്, അക്കൗണ്ട് സെയിൽ, അതുപോലെ തന്നെ പ്രൊഫോമ ഓഫ് ഇൻവോയ്സ്, അതുപോലെ തന്നെ കൺസൈൻമെൻറ്റും സെയിലും തമ്മിലുള്ള വ്യത്യാസം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നോക്കാം. ടു കൺസൈൻ മീൻസ് ടു സെൻഡ്. ഇൻ അക്കൗണ്ടിങ് the term consignment account relates to account dealing with a situation where one person or firm sends goods to another person or firm on the basis of the goods will be sold on behalf of and at the risk of the former. അവിടെ നോക്കുക, കൺസൈൻ മീൻസ് സെൻഡ്. കൺസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഫേമോ മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റൊരു ഫേമിനോ സാധനങ്ങൾ അയക്കുകയാണ് എന്നുള്ളതാണ്. ആർക്കു വേണ്ടി? അയക്കുന്ന ആളിനു വേണ്ടിയിട്ടാണ്. റിസീവ് ചെയ്യപ്പെടുന്ന ആൾ അത് സ്വീകരിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അയക്കുന്ന ആളിനു വേണ്ടിയാണ് റിസീവ് ചെയ്യപ്പെടുന്ന ആൾ വിൽക്കുന്നതും. അപ്പോൾ റിസ്ക് മുഴുവനും ആർക്കാണ്? ആരാണോ അയക്കുന്നത്, അയക്കുന്ന ആൾക്കാണ് റിസ്ക് മുഴുവനായിട്ടും ഉള്ളത്. കൺസൈൻമെൻറ്റ് ഈസ് സ്പെസിഫിക് കൊമേഴ്സ്യൽ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് ദി മാനുഫാക്ചറർ ഓർ wholesaler at on risk goods for selling to outstation trader or consignee, for which consignee is given commission at a fixed rate. ശ്രദ്ധിക്കുക, കൊമേഴ്സ്യൽ എഗ്രിമെൻ്റ് ആണ്. രണ്ട് പാർട്ടികൾ, കൺസൈനറും കൺസൈനിയും. അപ്പോൾ കൺസൈനർ എന്ത് ചെയ്യും? ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കും. കൺസൈനി ആ സാധനങ്ങൾ കൺസൈനർക്ക് വേണ്ടിയിട്ട് വിൽക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റി ചെയ്യപ്പെടുന്നതിനുള്ള അയാൾക്കുള്ള റെമ്യൂണറേഷൻ, കൺസൈനിക്കുള്ള റെമ്യൂണറേഷനാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് സെയിം ആസ് റിലേഷൻ ഓഫ് പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻറ്റ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ ഒരു സെയിൽസാണ് നടക്കുന്നതെങ്കിൽ അവിടെ ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ റിലേഷൻഷിപ്പ് സെല്ലറും ബയറും തമ്മിലുണ്ട്. അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കൺസൈനർ പ്രിൻസിപ്പാളും കൺസൈനി ഏജൻറ്റും ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇവിടെ ആരല്ല? ബയറും സെല്ലറും അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. ദ കൺസൈനർ ഈസ് പ്രിൻസിപ്പാൾ വെറാസ് കൺസൈനി ഈസ് ആൻ ഏജൻറ്റ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈൻ മീൻസ് സെൻഡ് ദ ഗുഡ്സ്, ഗുഡ്സ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കൺസൈനർ സെൻഡ്സ് ഹിസ് ഗുഡ്സ് ടു കൺസൈനി, ഹീസ് ഇൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഔട്ട് സ്റ്റേഷൻ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു കൺസൈനി ഉള്ളത്. ദെൻ കൺസൈനി വിൽ റിസീവ് ദ ഗുഡ്സ് ആൻഡ് സെൽ ദി ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ. ഓക്കെ, ആൻഡ് ദി കൺസൈനി വിൽ ഗെറ്റ് ദി റെമ്യൂണറേഷൻ. Okay, to the consignor, the consignment of goods is known as outward consignment, and consignee it is known as inward consignment. കൺസൈനറെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സിനെ ഔട്ട്വേർഡ് കൺസൈൻമെൻറ്റ് എന്നും, കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൺസൈൻമെൻറ്റ് റിസീവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ ഇൻവേർഡ് കൺസൈൻമെൻറ്റും എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് പാർട്ടീസ് ഉണ്ട്. ദ പാർട്ടി വിച്ച് സെൻഡ് ദ ഗുഡ്സ് ഈസ് നോൺ ആസ് കൺസൈനർ ഓർ പ്രിൻസിപ്പാൾ. ദ പാർട്ടി ടു ഹും ഗുഡ്സ് ആർ സെൻഡ് ഈസ് നോൺ ആസ് കൺസൈനി ഓർ ഏജൻറ്റ്. The ownership of the goods, that is the property in the goods, remain with the consignor or the principal. The agent does not become their owner even though they are in his possession.
ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നത് ഗുഡ്സ് കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നു. കൺസൈനിയുടെ കൈവശമാണ് സാധനമെങ്കിലും അതിൻ്റെ ഉടമസ്ഥാവകാശം, ലീഗൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യപ്പെടുന്ന കൺസൈനർക്ക് തന്നെയാണ് എന്നുള്ളതാണ്. പ്രിൻസിപ്പാളിനാണ് മുഴുവനായിട്ടുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത്, സാധനങ്ങളുടെ മേലുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് എന്നുള്ളതാണ്. എ സെയിൽ ഓഫ് കോഴ്സ് ദ ബയർ വിൽ ബിക്കം ദ ഓണർ. അത് കൺസൈനിയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം കൺസൈനർക്ക് വേണ്ടി കൺസൈനി സാധനം വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു സാധനം എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഗുഡ്സ് എന്തായി, സെല്ലർ വിൽക്കപ്പെടുന്നത് ആരാണോ അയാളുടേതായിട്ട് മാറും എന്നുള്ളതും ആണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. The principal does not send an invoice to the agent. ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ എന്തില്ല, റിയൽ ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ഇല്ല, പകരം പ്രൊഫോമ ഓഫ് ഇൻവോയ്സ് ആണ് അയക്കുന്നത്. ഹി സെൻഡ്സ് ഓൺലി എ പ്രൊഫോമ ഇൻവോയ്സ്, എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ലുക്സ് ലൈക്ക് ആൻ ഇൻവോയ്സ് ബട്ട് ഈസ് റിയലി നോട്ട് വൺ. അതെന്താ പറഞ്ഞിട്ടുള്ളത്, അതെന്തല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേറ്റ്മെൻ്റ് ആണ്, ദാറ്റ് ലുക്സ് ലൈക്ക് ഇൻവോയ്സ്, ഇൻവോയ്സ് പോലെ തോന്നുമെങ്കിലും എന്തല്ല, റിയൽ ആയിട്ടുള്ള ഇൻവോയ്സ് അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഓൺലി പ്രൊഫോമ എന്നുള്ളത് മാത്രമാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രൊഫോമ ഇൻവോയ്സ് ഓൺലി ടു കൺവേ ദ ഇൻഫർമേഷൻ ടു ദ ഏജൻറ്റ് റിഗാർഡിംഗ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഗുഡ്സ് സെൻറ്റ്. ഏതെല്ലാം ഗുഡ്സ് സെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ നേച്ചറിൽ, ഏതൊക്കെ ക്വാണ്ടിറ്റിയിലാണ് സെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണ് ഈ ഒരു പ്രൊഫോമ ഇൻവോയ്സ്. അതെന്തായിട്ട് കൺസിഡർ ചെയ്യരുത്, നമ്മൾ സാധാരണയായിട്ട് സെല്ലർ ബയർക്ക് നൽകുന്ന ഇൻവോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. യൂഷ്വലി ദ ഏജൻറ്റ് റിക്കവേഴ്സ് ഫ്രം ദ പ്രിൻസിപ്പാൾ all expenses incurred by him on the consignment. This, however, can be changed by agreement between the two parties. സാധാരണയായിട്ട് ഈ ഒരു കൺസൈനറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് തിരിച്ച് ക്യാഷായിട്ട് കൺസൈനർക്ക് തിരിച്ചു കൊടുക്കുന്നത് വരെയുള്ള ആക്ടിവിറ്റി, ആ ഒരു പ്രോസസ് ഓഫ് കൺസൈൻമെൻറ്റിൽ ഏതെല്ലാം തരത്തിലുള്ള എക്സ്പെൻസസ് കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് കൺസൈനിക്കുണ്ടോ ആ എക്സ്പെൻസ് എല്ലാം കൺസൈനറാണ് മീറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ആൾസോ യൂഷ്വൽ ഫോർ ദി ഏജൻറ്റ് ടു ഗിവ് ആൻ അഡ്വാൻസ് ടു ദ പ്രിൻസിപ്പാൾ ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി കൺസൈനിയെ വിശ്വസിച്ച് കൊടുക്കണമെങ്കിൽ കൺസൈനി എന്ത് ചെയ്യണം, ആദ്യം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ എമൗണ്ടോ പ്രിൻസിപ്പാൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്, ഒരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം കൺസൈനി വിശ്വാസം അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടി പെരുമാറും അല്ലെങ്കിൽ വിൽപ്പന നടത്തും എന്നുള്ളത് കൺസൈനർ ഓർ പ്രിൻസിപ്പാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ മുൻകൂർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും എമൗണ്ട് പ്രിൻസിപ്പാൾക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ വിൽപ്പന നടത്തിയിട്ട് കൺസൈനിയുടെ കയ്യിലുള്ള ക്യാഷിൽ നിന്ന് ആ മുൻകൂർ നൽകിയിട്ടുള്ള പണം കുറച്ചതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഗുഡ്സും പണവും എന്ത് ചെയ്താൽ മതി, ഈ ഒരു കൺസൈനി തിരിച്ച് കൺസൈനർക്ക് നൽകിയാൽ മതിയാകും എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ് ഓഫ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു ഇമേജ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. കൺസൈനർ ഈസ് ദ പ്രിൻസിപ്പാൾ ഓഫ് ദി കൺസൈൻമെൻറ്റിൽ പ്രിൻസിപ്പാളാണ് ആര്, കൺസൈനർ എന്ന് പറയുന്നത്. ഹി കൺസൈൻ ഗുഡ്സ്, അയാൾ എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യപ്പെടുന്നു. എന്താണ് ഗുഡ്സ് കൺസൈൻഡ്, ആർക്കാണ് സെൻഡ് ചെയ്യുന്നത് നോക്കുക, ടു ഹൂം ഇറ്റ് ഈസ് സെൻഡ് ടു കൺസൈനി. ഓക്കെ, ദ ഗുഡ്സ് സെൻഡ് അലോങ് വിത്ത് പ്രൊഫോമ ഓഫ് ഇൻവോയ്സ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രൊഫോമ ഓഫ് ഇൻവോയ്സ് സഹിതമാണ് കൊടുക്കുന്നത്. ഓക്കെ, പ്രൊഫോമ ഓഫ് ഇൻവോയ്സ് സഹിതം കൊടുക്കുമ്പോൾ കൺസൈനി അത് ആക്സെപ്റ്റ് ചെയ്യും. സോ ഗുഡ്സ് ഇപ്പോൾ കൺസൈനിയുടെ കൈവശമുണ്ട്. ഹി ക്യാൻ സെൽ ദ ഗുഡ്സ് സെയിൽ ടു ദ പൊട്ടൻഷ്യൽ ബയർ ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വിൽപ്പന നടത്താവുന്നതാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇനി
കൺസൈനർ നടത്തുന്നത് ഔട്ട്വേർഡ് കൺസൈൻമെൻറ്റും കൺസൈനി നടത്തുന്നത് ഇൻവേർഡ് കൺസൈൻമെൻറ്റും ആണ്. അല്ലെങ്കിൽ കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇൻവേർഡ് കൺസൈൻമെൻ്റ് ആണ്. സോ കൺസൈനി ഈസ് ആൻ ഏജൻറ്റ്. അപ്പോൾ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. ദെൻ വിൽപ്പന നടത്തി അതിനുശേഷം എന്ത് ചെയ്യണം? കൺസൈനി ഹൗ ടു സെൻഡ് എ account sale to the consignor. Account sale is nothing but it consists, number 1, details of the sales made by the consignee. Consignee എന്തെല്ലാം ഐറ്റംസ് വിറ്റു, എത്ര രൂപയ്ക്ക് വിറ്റു തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർ. കൺസൈനറിന് വേണ്ടിയിട്ട് കൺസൈനി സാധനങ്ങൾ വിറ്റപ്പോൾ എത്ര രൂപയുടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. കമ്മീഷൻ ഏൺഡ്, എത്ര രൂപയുടെ കമ്മീഷനാണ് ഈ ഒരു വിൽപ്പനയിലൂടെ കൺസൈനർ കൺസൈനിക്ക് നൽകേണ്ടതായിട്ടുള്ളത്. അക്കൗണ്ട് സെയിലിൽ ഈ ഇൻഫർമേഷനും ഉണ്ടായിരിക്കണം. പിന്നീട് ഉണ്ടായിരിക്കേണ്ടത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓർ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റഡ്. ഏതെങ്കിലും എമൗണ്ട് കൺസൈനർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും അക്കൗണ്ട് സെയിലിൽ ഉണ്ടായിരിക്കണം. ദെൻ ബാലൻസ് ഡ്യൂ ഓർ റെമിറ്റഡ്. അതിനുശേഷം അതായത് വിൽപ്പന നടത്തി കിട്ടിയിട്ടുള്ള എമൗണ്ടിൽ നിന്നും കമ്മീഷനും അതുപോലെ തന്നെ മുൻകൂറായി കൺസൈനർക്ക് നൽകിയിട്ടുള്ള എമൗണ്ടും കുറച്ചതിന് ശേഷമുള്ള ബാക്കി എമൗണ്ടാണ് ബാലൻസ് ഡ്യൂ ഓർ റെമിറ്റഡ് എന്നുള്ളത്. എന്നിട്ടും അതും അതിൻ്റെ പ്ലസ് കൺസൈനിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഗുഡ്സിൽ മുഴുവനായിട്ടും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ഗുഡ്സിനെയാണ് അൺസോൾഡ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. ഈ അൺസോൾഡ് ഇൻവെൻട്രീസ് എന്ത് ചെയ്യണം? കൺസൈനർക്ക് തിരിച്ച് അയക്കേണ്ടതായിട്ട് ഉണ്ട്. സോ അൺസോൾഡ് ഇൻവെൻട്രീസ് ഓഫ് ദ കൺസൈനർ വിൽ ബി സെൻഡ് ബാക്ക് ടു ദി കൺസൈനർ. ദിസ് ഈസ് ദ പ്രോസസ്, എൻറ്റയർ പ്രോസസ് ഓഫ് ദി കൺസൈൻമെൻറ്റ്. ഈ ഒരു ഇമേജിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ, ഈ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ ഡെപ്പിക്റ്റ് ചെയ്യപ്പെടുന്നത് കൃത്യമായിട്ട് എന്താണ് ഒരു കൺസൈൻമെൻറ്റ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഫോർ ഹിസ് വർക്ക് ദ ഏജൻറ്റ് റിസീവ്സ് എ കമ്മീഷൻ. അപ്പോൾ നമ്മൾ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. കമ്മീഷൻ റിസീവ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോസ് സെയിൽ. സാധാരണയായിട്ട് ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത് ഗ്രോസ് സെയിലിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ദ ഏജൻറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ബാഡ് ഡെബ്റ്റ് ദാറ്റ് മേ റൈസ്. ഏജൻറ്റിന് എന്തില്ല, ഏത് ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിലും അതിനെന്തില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇഫ് ദ ഏജൻറ്റ് ഈസ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ ബാഡ് ഡെപ്റ്റ് ഹി ഈസ് ടു ബി പെയ്ഡ് കമ്മീഷൻ കോൾഡ് ഡിൽ ക്രെഡിറ്റർ കമ്മീഷൻ. അപ്പോൾ ബാഡ് ഡെപ്റ്റോ ഏതെങ്കിലും ഡെപ്റ്റേഴ്സോ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏജൻറ്റിന് ഉണ്ട് എങ്കിൽ അതിന് അയാൾക്ക് അഡീഷണൽ ആയിട്ടുള്ള കമ്മീഷൻ ആര് നൽകേണ്ടതായിട്ടുണ്ട്? കൺസൈനർ നൽകേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ആ അഡീഷണൽ കമ്മീഷൻ്റെ പേരാണ് ഡിൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ സെയിൽസ്, നോട്ട് മിയർലി ഓൺ ക്രെഡിറ്റ് സെയിൽ അൺടിൽ ആൻഡ് അൺലെസ് എഗ്രീഡ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ബാഡ് ഡെപ്റ്റേഴ്സോ എറൈസ് ചെയ്യുമ്പോൾ അത് മേക്കപ്പ് ചെയ്യുന്നതിനും അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനും വേണ്ടിയിട്ട് കൺസൈനിക്ക് നൽകുന്ന അഡീഷണൽ കമ്മീഷൻ്റെ പേരാണ് ഡിൽ ക്രെഡിറ്റർ കമ്മീഷൻ. അപ്പോൾ 3 തരത്തിലുള്ള കമ്മീഷൻ ഉണ്ട്. ഓർഡിനറി കമ്മീഷൻ, ഡിൽ ക്രെഡിറ്റർ കമ്മീഷനുണ്ട്, പിന്നെ ഒന്ന് ഓവർ റൈഡിങ് കമ്മീഷനാണ്. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത് കൺസൈനറുടെ ഗുഡ്സിന് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുകയും കൺസൈനറുടെ പുതിയ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിലൂടെ പുതിയ കസ്റ്റമേഴ്സിനെ അച്ചീവ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നൽകുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പീരിയോഡിക്കലി ദ ഏജൻറ്റ് സെൻഡ്സ് ടു ദ പ്രിൻസിപ്പൽ എ സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് അക്കൗണ്ട് സെയിൽ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺസൈനർക്ക് തിരിച്ച് അയക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് സെറ്റ് ഔട്ട്സ് ദ സെയിൽസ് മെയ്ഡ് ബൈ ദ ഏജൻറ്റ്, ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ, ദ കമ്മീഷൻ ഏൺഡ് ബൈ ദ ഏജൻറ്റ് ആൻഡ് ദി ബാലൻസ് ഡ്യൂ ടു ദി പ്രിൻസിപ്പൽ. ഇത്രയും ഇൻഫർമേഷൻസ് എന്തുണ്ടായിരിക്കണം? ഈ ഒരു അക്കൗണ്ട് സെയിൽസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫെം യൂഷ്വലി ലൈക്ക് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഈച്ച് കൺസൈൻമെൻറ്റ് ഓർ
കൺസൈൻമെൻറ്റ്സ് ടു ഈച്ച് ഏജൻറ്റ്. അതായത് ഒരു കൺസൈനറെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കൺസൈനീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഏതെല്ലാം കൺസൈൻമെൻറ്റ് ആക്ടിവിറ്റീസിലൂടെയാണ് പ്രോഫിറ്റ് ഉണ്ടായത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് റിലേറ്റ്സ് ടു അക്കൗണ്ട്സ് ഡീലിംഗ് വിത്ത് ദ സച്ച് ബിസിനസ് വേർ വൺ പേഴ്സൺ സെൻഡ്സ് ഗുഡ്സ് ടു അനദർ person on the basis that such goods will be sold on behalf of and at the risk of the former. കൺസൈനർക്ക് വേണ്ടി കൺസൈനി ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് വിൽക്കുകയാണ് എങ്കിൽ അതിൽ നിന്നുള്ള കമ്മീഷൻ കൺസൈനി നേടുകയും ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ആണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് എന്ത് പറയാം, ദ മാനുഫാക്ചറർ ഓർ ദ ട്രേഡർ ഹൂ സെൻഡ് ഗുഡ്സ് ഫോർ ദ സെയിൽ ഈസ് നോൺ ആസ് കൺസൈനർ. ദ പേഴ്സൺ ഹൂ ഗെറ്റ്സ് ഗുഡ്സ് ഫോർ ദ സെയിൽ ഈസ് നോൺ ആസ് കൺസൈനി. ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി, ദ കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷൻ, അതിനെ കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദ റിവാർഡ് പെയ്ഡ് ടു കൺസൈനി ഈസ് നോൺ ആസ് കൺസൈൻമെൻറ്റ് കമ്മീഷൻ. അപ്പോൾ എന്താണ് ഇനി അതിൻ്റെ പ്രോസസ്സ് നോക്കാം. കൺസൈനർ സെൻഡ്സ് ഗുഡ്സ് ഫോർ സെയിൽ അലോങ് വിത്ത് പ്രൊഫോമ ഓഫ് ഇൻവോയ്സ്. രണ്ടാമത്, അറ്റ് ദ ടൈം ഓഫ് ഡിസ്പാച്ചിങ് ഗുഡ്സ് കൺസൈനർ പേസ് വേരിയസ് എക്സ്പെൻസസ്, ലേബർ, ഫ്രൈറ്റ്, ക്യാരേജ് ഔട്ട്വേർഡ്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ്, പാക്കേജിംഗ് ആൻഡ് ഇൻഷുറൻസ് ഓർ ആർ ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇത്രയും കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, കൺസൈനറുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ. ആഫ്റ്റർ റിസീവിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ് കൺസൈനി പേസ് ഒക്ട്രോയ് ഓർ ടാക്സ് ആൻഡ് ഓൾ സച്ച് എക്സ്പെൻസസ് വിച്ച് റിക്വയർസ് ടു ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ്സ് ആർ ആൾസോ ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്. ഇത്രയും എക്സ്പെൻസസ് കൺസൈനിക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, അതൊക്കെ എന്ത് ചെയ്യണം, ഷുഡ് ബി ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ നോൺ റെക്കറിങ് എക്സ്പെൻസും ഉണ്ട്, റെക്കറിങ് എക്സ്പെൻസസും ഉണ്ട്. നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ദ കൺസൈനി അറേഞ്ചസ് ഫോർ സ്റ്റോറിങ് ദ ഗുഡ്സ് ഇറ്റ്സ് ഓൺ ഗോഡൗൺ. The expenses incurred till the goods are sent to godown for consignee are termed as non-recurring expenses. അതായത് കൺസൈനിയുടെ ഗോഡൗണിലേക്ക് നീക്കുന്നത് വരെയുള്ള എക്സ്പെൻസിനെ എന്ന് പറയുന്നത് നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ലോഡിംഗ്, അൺലോഡിംഗ് എക്സ്പെൻസസ്, ക്യാരേജ് ഇൻവേർഡ്, ലേബർ ആർ ദി എക്സാമ്പിൾസ് ഓഫ് നോൺ റെക്കറിങ് എക്സ്പെൻസസ്. ഇനി റെക്കറിങ് എക്സ്പെൻസസ് ഉണ്ട്. ദ എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ ദ ഗുഡ്സ് ആർ സെൻറ്റ് ടു ദ ഗോഡൗൺ ഓഫ് കൺസൈനി ആർ ടേംഡ് ആസ് റെക്കറിങ് എക്സ്പെൻസസ്. ഗോഡൗണിൽ എത്തിയതിന് ശേഷമുള്ള എക്സ്പെൻസാണ് റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. റെൻ്റ് ഓഫ് ഗോഡൗൺ, സാലറി ഓഫ് സെയിൽസ്മാൻ, കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, ഇത്രയെല്ലാം എന്താണ് റെക്കറിങ് എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നത്. അറ്റ് ദ ടൈം ഓഫ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ദ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് ദീസ് റെക്കറിങ് എക്സ്പെൻസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. റെക്കറിങ് എക്സ്പെൻസിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് മാത്രമേ ഇതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, വാല്യുവേഷൻ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എടുക്കുള്ളൂ. ബിക്കോസ് ദീസ് എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഫോർ ഗുഡ്സ് വിച്ച് ആർ സോൾഡ്. എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യപ്പെടുന്നില്ല, വിൽക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിറ്റിട്ടുള്ളതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് കുറച്ചതിന് ശേഷം മാത്രമേ ക്ലോസിംഗ് സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഇഫ് കൺസൈനി ഈസ് ഇൻ നീഡ് ഓഫ് മണി ആസ് പെർ ദ എഗ്രിമെൻറ്റ് ഓഫ് കൺസൈൻമെൻറ്റ് ഹി റൈറ്റ്സ് bill and consignee accept the same, then the consignor discounts the bill and the discount amount is being debited to consignment account considering consignment expenses. അപ്പോൾ കൺസൈനർക്ക് ഏതെങ്കിലും തരത്തിലുള്ള consignee needs any, if consignee is in need of money as per the agreement of consignment he writes and bills and consignee accepts the same, the consignor discounts ദ ബിൽ. അപ്പോൾ ഇവിടെ ഇരുന്നുള്ള ബില്ല് വെച്ചിട്ടായിരിക്കും അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എന്നുള്ളതാണ്. ദ എമൗണ്ട് ഓഫ് ബീയിങ് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് കൺസിഡറിങ് കൺസൈൻമെൻറ്റ് എക്സ്പെൻസസ്. അപ്പോൾ അതിൽ ഏതെങ്കിലും എക്സ്പെൻസസ് ഉണ്ട് എങ്കിൽ ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യാം, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ദ കൺസൈനി സെൻസ് ദി പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു സെയിൽ ആൻഡ് വേരിയസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ കൺസൈൻമെൻറ്റ് ഈസ് നോൺ ആസ് അക്കൗണ്ട് സെയിൽ. നേരത്തെ നമ്മൾ പഠിച്ചാൽ അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് കൺസൈനർക്ക് അയച്ചു കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ.
Then what are the difference between normal commission and Dill-Credder commission? കാൽക്കുലേഷൻ നടത്തുന്നത് നോർമൽ കമ്മീഷൻ ടോട്ടൽ സെയിൽസിൻ്റെ മുകളിലാണ്. Dill-Credder കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ക്രെഡിറ്റ് സെയിൽസിൻ്റെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ബാഡ് ഡെപ്റ്റ്. നോർമൽ കമ്മീഷനിൽ കൺസൈനർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബാഡ് ഡെപ്റ്റ്. Dill-Credder കമ്മീഷൻ ആകുമ്പോൾ കൺസൈനി ഈസ് റെസ്പോൺസിബിൾ ഫോർ ബാഡ് ഡെപ്റ്റ്. Purchase by consignee. If it is paid if goods purchased by consignee. നോർമൽ കമ്മീഷൻ ആണ് എങ്കിൽ ഇറ്റ് ഈസ് പെയ്ഡ് കൊടുക്കുന്നത് ഇറ്റ് ഈസ് പെയ്ഡ് ഇഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ കൺസൈനി പർച്ചേസ് ചെയ്ത ഗുഡ്സിനും നോർമൽ കമ്മീഷൻ കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ Dill-Credder കമ്മീഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ബൈ പർച്ചേസ് മെയ്ഡ് ബൈ ദ കൺസൈനി. പർച്ചേസി വാങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് Dill-Credder കമ്മീഷൻ ആരും നൽകില്ല, നമ്മുടെ കൺസൈനർ നൽകില്ല എന്നുള്ളതാണ്. പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെപ്റ്റ്. നോർമൽ കമ്മീഷൻ ആണെങ്കിൽ മോർ പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെപ്റ്റ്സ് ആർ ആസ് കമ്പയർഡ് വെൻ Dill-Credder കമ്മീഷൻ ഈസ് പെയ്ഡ്. Dill-Credder കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം പെയ്ഡ് നൽകുകയാണെങ്കിൽ മോർ പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ദെൻ Dill-Credder കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ലെസ് പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെപ്റ്റ് കമ്പയർഡ് വെൻ ഓൺലി സിമ്പിൾ കമ്മീഷൻ ഈസ് പെയ്ഡ്. സിമ്പിൾ കമ്മീഷൻ മാത്രമേ ഉള്ളൂ കൊടുക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Dill-Credder കമ്മീഷൻ്റെ ബേസിൽ ലെസ് പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെപ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ റിസ്ക് ആണ് അവിടെ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൺസൈൻമെൻറ്റ് ആൻഡ് സെയിൽ. നമ്മൾ കൺസൈൻമെൻറ്റ് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ സെയിൽ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നോക്കാം. കൺസൈൻമെൻറ്റ് ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് റെസ്റ്റ് വിത്ത് ദി കൺസൈനർ ടിൽ ദ ടൈം they are sold by the consignee no matter the goods are transferred to the consignee. അപ്പോൾ ഈ സാധനങ്ങൾ വിറ്റ് പോകുന്നത് വരെ കൺസൈൻമെൻറ്റിൽ കൺസൈനർ തന്നെയാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അതായത് കൺസൈൻമെൻറ്റ് പ്രകാരം കൺസൈനർ അയച്ചു കൊടുക്കുന്ന സാധനങ്ങൾ കൺസൈനി വിറ്റ് ആരാണോ പൊട്ടൻഷ്യൽ ബയർ അയാൾക്ക് വിൽക്കുന്നത് വരെ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഓണർഷിപ്പ് എന്ന് പറയുന്നത് കൺസൈനറുടെ കയ്യിലായിരിക്കും. സെയിലാണ് എങ്കിൽ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ട്രാൻസ്ഫർ വിത്ത് ദി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. എപ്പോഴാണ് ഗുഡ്സ് സെല്ലർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ സമയം മുതൽ എന്തായി, ബയറുടെ ഗുഡ്സായി അല്ലെങ്കിൽ ബയറുടെ ഓണർഷിപ്പിലോട്ട് മാറും എന്നുള്ളതാണ്. രണ്ടാമത്തെ, ദ കൺസൈനി ക്യാൻ റിട്ടേൺ ദ അൺസോൾഡ് ഗുഡ്സ് ടു ദ കൺസൈനർ. കൺസൈനിക്ക് അയാൾക്ക് വിൽക്കാൻ കഴിയാത്ത ഗുഡ്സ് ഉണ്ടെങ്കിൽ കൺസൈനർക്ക് തിരിച്ചയക്കാം. സെയിലാണ് എങ്കിൽ നോക്കൂ, ഗുഡ്സ് സോൾഡ്സ് ആർ ദ പ്രോപ്പർട്ടി ഓഫ് ദ ബയർ ആൻഡ് ക്യാൻ ബി റിട്ടേൺ ഓൺലി ഇഫ് ദ സെല്ലർ എഗ്രീസ്. സെല്ലർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ വിറ്റ സാധനം എന്ത് ചെയ്യുള്ളൂ, തിരിച്ചെടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. കൺസൈനർ ബിയേഴ്സ് ദ ലോസ് ഓഫ് ഗുഡ്സ് ഹെൽഡ് വിത്ത് ദ കൺസൈനി. കൺസൈനിക്ക് അയച്ച ഗുഡ്സിൽ തന്നെ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലോസ് കൺസൈനർക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ്. സെയിലാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബയർ ഹൂ വിൽ ബിയർ ദ ലോസ് ഇഫ് എനി ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ നഷ്ടങ്ങളും ആരാണോ വാങ്ങിയ ഉപഭോക്താവിന് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അടുത്ത് നോക്കൂ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി ഈസ് ദാറ്റ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് എന്ന് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദ ബയർ ഈസ് ദാറ്റ് ഓഫ് എ ക്രെഡിറ്റർ ആൻഡ് എ ഡെപ്റ്റർ. ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ റിലേഷൻഷിപ്പാണ് സെല്ലറും ബയറും തമ്മിലുള്ളത്. നെക്സ്റ്റ്, എക്സ്പെൻസസ് ഡൺ ബൈ ദ കൺസൈനി ടു റിസീവ് ദ ഗുഡ്സ് ആൻഡ് ടു കീപ്പ് ഈസ് സേഫ്ലി ഈസ് ബോൺ ബൈ ദ കൺസൈനർ. എന്തെങ്കിലും എക്സ്പെൻസ് കൺസൈനിക്ക് ഉണ്ടെങ്കിൽ അത് കൺസൈനർ മീറ്റ് ചെയ്യുന്നതായിരിക്കും. സെയിലാണെങ്കിൽ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ ബയർ ആർ ടു ബി ബോൺ ബൈ ദ ബയർ ഇറ്റ് സെൽഫ് ആഫ്റ്റർ ദി ഡെലിവറി ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ഡെലിവർ ചെയ്തതിന് ശേഷം ബയർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ബയർ തന്നെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇത്രയുമാണ് കൺസൈൻമെൻറ്റും കൺസൈനിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ കൺസൈൻമെൻറ്റിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് പാർട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ തുടർ ഭാഗങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.